ഇതന്നെ ഇന്നത്തെ പരിപാടിയാണ്. ഇന്ന് കിഴങ്ങ് പുഴുങ്ങിയതാ. കിഴങ്ങ് പുഴുങ്ങിയതോ? ഈ തണുപ്പും പിടിച്ച് കിഴങ്ങ് പുഴുങ്ങി വെച്ച് കിടക്കാനാണോ? പോരെ? അത് മതി. നമുക്ക് ആലു പൊറോട്ട ഉണ്ടാക്കാം. ആലു പൊറോട്ട. ദൈവമേ, പൊറോട്ട ഇനിയും പൊറോട്ട ഉണ്ടാക്കണോ? ആലു പൊറോട്ട എന്ന് പറഞ്ഞാൽ എന്നാന്ന് അറിയത്തില്ലേ? ഇത് സത്യമായിട്ട് ഞാൻ ആ സാധനം ഇതുവരെ കഴിച്ചിട്ടില്ല. സത്യമായിട്ടോ? ഇല്ല. എന്നാ ഞാനൊന്ന് ഉണ്ടാക്കി തരാം. എന്നാ സെറ്റ് ചെയ്യ്. ഇത് കിഴങ്ങ് പുഴുങ്ങിയതാ. ഇതൊന്ന് പൊളിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. ചൂട് കാരണം കുഞ്ഞി ഈ സാധനമൊക്കെ സെറ്റ് ആവൂടാ? ആർക്കറിയത് എങ്ങനെയാണെന്നും അറിയത്തില്ല. ഇന്നത്തെ പരീക്ഷണം ഇതാണോ? ഇന്നത്തെ പരീക്ഷണം ആലു പൊറോട്ട. വേറൊരു പാർട്ടി ഇവിടെ ഇരുന്ന് ഒന്നും ഇഷ്ടം പോലെ സാധനം കഴിക്കുന്നുണ്ട്. ആരാന്നല്ലോ മനസ്സിലായോ? നോക്കി ഒരു പഴത്തെ ഇരുന്ന് പിടിക്കുന്ന പിടിയല്ലോ. ഇത്ര നേരമായിരുന്നു നോക്കി. തണുപ്പായപ്പോ തന്നെ നല്ല വിശപ്പാന്ന് തോന്നുന്നു. 1 മണിക്കൂറായ ഒരു പഴമായിട്ട് അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു മൈൻഡ് ചെയ്യുന്നില്ല. അവന് ഉപ്പ് കാണുന്ന ഭയങ്കര ഇഷ്ടമാണേ. ഉപ്പ് തിന്നുന്നതാണ് ഇരുന്ന്. ഉപ്പ് പാത്രം കണ്ട ഓടി വരും. ഇതന്നെ ചെയ്യണം. ഇത് മൊത്തം കുഴക്കണം. ഇങ്ങനെ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഉടച്ച് നല്ലപോലെ അല്ലേ? വേറെ ഉടച്ചോളൂ. ഞാൻ കഴിക്കാൻ ചോദിച്ചതാ, തരത്തില്ല, കുറച്ചേ ഉള്ളെന്നാ പറഞ്ഞേ. ആകെപ്പാടെ ശകലം കിഴങ്ങുള്ളായിരുന്നു. അത് വെച്ച് വേണം ഇത് ഉണ്ടാക്കി തരാമെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഈ പച്ച കഴിയുമ്പോൾ ഇവിടെ അങ്ങോട്ടും കൂടെ മാറുന്ന നേരത്തിന് നിനക്കാൻ വേണം ഒരു പീസ് തരാം. അതിന് മുമ്പ് ഞാൻ ഇതിനകത്ത് മുളക് ഇടും. അതിനെന്തോ ഈ ആഴ്ചയെ ചന്തയിൽ പോയില്ലല്ലോ, അതാണ് കിഴങ്ങിന്റെ ഒക്കെ ക്ഷാമത്തിന് കാരണം. ഇനി ഇതിനകത്തോട്ട് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഒരു പീസ് എടുത്തു. ഇനി ഒരിച്ചിരി മുളക് പൊടി ഇടാവേ. മുളക് പൊടിയോ? ഇച്ചിരി മുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഇനി കുഴച്ചാൽ മതി. ഇട്ടോ, ഓരോന്നോരോന്ന് മിക്സ് ആക്കിയേക്കാം വരുന്നതനുസരിച്ച്. ഒരു കുറച്ച് ഗരം മസാല. മല്ലിയില ഇടേണ്ടതായിരുന്നു, പക്ഷെ മല്ലിയില ഇല്ല. ഉള്ള സംഭവമൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇതേ ഉള്ളല്ലേ? പോരെ? മതി. അതെ. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി പച്ചമുളകും കൂടെ അരിഞ്ഞിടാം. ചുമ്മാ കിടക്കട്ടെ. ശകല സവോളയൊക്കെ വഴറ്റി ചേർത്താൽ നല്ലതായിരുന്നു തോന്നുന്നു. അതൊന്നും ഇല്ലാതാണോ? നമുക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം. തട്ടിക്കൂട്ട്. ഇപ്പോഴാ ഓർത്ത് ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ പിന്നെ ഓർത്തപ്പോഴേ ഉണ്ടാക്കി കഴിക്കും. സത്യം പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം കഞ്ഞി വെച്ചില്ല. അപ്പൊ അത്യാവശ്യം പെട്ടെന്നൊരു സംവിധാനം എന്തെങ്കിലും ഒരുക്കാന്നുള്ളൊരു പരിപാടിക്കല്ലേ ഈ ചെയ്ത്. ഇതാകുമ്പോ കറി വേണ്ടല്ലോ പ്രത്യേകിച്ച്. മതി. അയ്യോ, ഇനി നമുക്കിത് പൊടിയൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി ആലു പൊറോട്ട ഉണ്ടാക്കാന്ന് പറഞ്ഞ ആലു പൊറോട്ട പോയി കുളിക്കടാ. കുഞ്ഞാന്നെടുത്ത് നോക്കിയോ ഇനി കിട്ടുമോന്ന്. ഇതന്നൊക്കെ എടുത്തേക്കുന്ന ഇനി ഇതിനകത്ത് തന്നെ അത് മതി കുഴച്ചതാ. മതിയോ? അതത്രയും കുഴച്ചാൽ മതി. ഇല്ല, കുഴച്ചൊരു പരിപാടി മതി. അല്ല, ഞാനിത് പരത്തുന്നോടെ വരെ അത് കുഴച്ചോണ്ടിരിക്കാന്ന് എനിക്കറിയാം. ഇത് നമുക്ക് ചപ്പാത്തിക്കുള്ള ആട്ടയും 1 കപ്പ് ആട്ടയും 2 സ്പൂൺ മൈദയും കൂടെ മിക്സ് ചെയ്തു. അത് കുറച്ച് നല്ല സെറ്റാക്കി എടുക്കണം. ഇതിനകത്ത് സാധനം പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എനിക്ക് വെറും ചപ്പാത്തി തരും കേട്ടോ, കറിയില്ലാത്ത ചപ്പാത്തി. അത് കൊള്ളാം കേട്ടോ. കിഴങ്ങ് പുഴുങ്ങിയതും ചപ്പാത്തി മാവും നെയ്യും മതിയോ? പിന്നെ കുഴച്ചേക്കാം. വേണ്ട, മതി. ഇത് കുഴച്ചോ? അത് വേണം കുഴച്ചോ. അത് വേണം, ഞാൻ കുഴക്കാം. വേണ്ട, എനിക്കിതൊന്നും ഉണ്ടാക്കേണ്ടതാണ്. അത്രക്കുള്ള വിശ്വാസമുള്ളൂ, മനസ്സിലായല്ലോ. ഇനിയല്ലേ ആള് എനിക്കറിയാം. ചേട്ടാച്ചൻ എന്തേടാ കുളിക്കാൻ പോയോ? കുളിക്കാൻ പോയി. ചമ്മച്ചി വിളിച്ചായിരുന്നു. ചമ്മച്ചി രാവിലെ വിളിച്ചായിരുന്നു. അവിടെ മഴയാ, എല്ലായിടത്തും മഴയാന്ന് തോന്നല്ലേ? മൊത്തം മഴയാ. അച്ഛനും അമ്മച്ചിക്കും ഒക്കെ എങ്ങനെയുണ്ട്? ചാച്ചനും അമ്മച്ചിക്കും കുഴപ്പമില്ല. മഴയാണ്, തണുപ്പാണ്, അതുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങുന്നില്ല. അവിടെ
അവിടെയോ മഴയോ? ആ അവർക്ക് തണുപ്പാ. ആ ഞാനോർത്ത് അവിടെ മഴയോ. മഴയുണ്ടോ അവിടെ? ഇല്ല, ചൂട് ചൂട്, തണുപ്പ് തണുപ്പ്. തണുപ്പോ? ഞാൻ രാവിലെ വിളിച്ചായിരുന്നു, അന്നേരം ഉടനെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നിങ്ങ് പോരാനൊരു മനസ്സില്ലെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞെന്നാൽ രണ്ടുപേരും അങ്ങനെ കൂട്ടിക്കൊണ്ട് വരാം, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. തണുപ്പ് പറയുമായിരുന്നെങ്കിൽ കൊണ്ടുവരാം. ദൈവമേ, ഇത് ആ സാധനം അവിടെ പോയിരുന്ന് വെളുത്തുള്ളി എല്ലാം പൊളിച്ച് തിന്നുന്നു. വെളുത്തുള്ളി അല്ലേ ഇത്? അത് മനുഷ്യരെ പോലാണോ? കയ്യിലെല്ലാം പിടിച്ചിട്ടില്ല, മുഖത്ത് ചെയ്യാതെ കൈ തിന്നിങ്ങനെ മോൻ കഴുകുന്ന നോക്കിയാൽ നീ നോക്കിയാൽ അത് എത്ര എണ്ണം ഉണ്ടാക്കുന്നുണ്ട്? ഇതിപ്പോ 9 എണ്ണം കണ്ടുണ്ട് ബോള്. ആണോ? ചപ്പാത്തി ബോള്. കുഞ്ഞിക്ക് വരണം. ഇതേ കയറി വരുന്നു. എങ്ങോട്ടാ? ഞാൻ അപ്പറേ കൊണ്ടാ വിട്ടിട്ട് വന്നാണേ. എവിടെ കയറുവാ? പിന്നെ വന്നു. പല്ല് ഉരുകുരുക്കുന്ന തന്നെ കടിക്കുന്നു. ഇറങ്ങിപ്പോ. കുഞ്ഞല്ലായിരുന്നു, ഇപ്പൊ വലുതായി വരുന്നു. എടുത്ത് വെള്ളത്തിയിട്ടാ മതി. ആ അവൻ്റെ അടുത്ത് പോയി. എന്റെ ദേഹത്ത് വന്നേ ഇവിടെ വന്ന് അതിനകത്തോടെ എല്ലാം കയറും. ഇവിടെ ഇരുന്നു, അനങ്ങാതിരുന്നോണം കേട്ടോ. ഞാൻ അനങ്ങിയേക്കല്ലേ, ഇവിടെ ഇരുന്നോണം. ചൊറിയാതിരുന്നേ, അന്നേരം കൈ നമ്മളിതിനെ തലോടിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ചാടി ഇപ്പോൾ അന്നേരം എഴുന്നേറ്റ് വരും. നമ്മുടെ ചപ്പാത്തി ബോളായേ. ഇനി ഇതിനകത്ത് കിഴങ്ങ് നിറയ്ക്കുമോ? ഇത് ആദ്യമത്തെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം, എന്നിട്ട് ഓരോ സൈസിൽ ഉണ്ടാക്കി നോക്കാം. ആദ്യത്തെ നമുക്ക് പരത്തിയിട്ട് നോക്കാം എങ്ങനെയാവുന്നല്ലേ. ഇത് പരത്തി ഇതിനകത്ത് ഈ സാധനം വെച്ചാണോ ഉപയോഗിക്കുന്നത്? തൂക്കി കയറി വെടി വെക്കാതെ ഞാൻ നോക്കട്ടെന്ന്. എൻ്റെ ആദ്യത്തെ പരീക്ഷണം, അതുകൊണ്ട് എങ്ങനാവുന്നൊന്നും എനിക്കറിയത്തില്ല. എങ്ങനെ സെറ്റാക്കാന്നല്ലേ ആലോചിക്കുന്നത്. ആലോചിച്ച് നോക്കട്ടെ. കുഞ്ഞിക്ക് വല്ല ഐഡിയ ഉണ്ടോടാ അതിനെപ്പറ്റി? എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. ആണോ? കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ടടാ, ഒത്തിരി നാളായി. പക്ഷെ ഞാനും അത് മറന്നുപോയി. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. നോക്ക് എങ്ങനെയാവും അറിയാലോ. ഇതേ പോന്നു. ചാടിപ്പോരേടാ. ഇപ്പൊ സ്ഥിരമായിട്ട് രാത്രി ഉറങ്ങാനുള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. എവിടെയോ അവൻ എവിടെയോ ഈ മറ്റേ പുതപ്പൊക്കെ മടക്കി വെച്ചേക്കുന്നതിൻ്റെ ഇടയിലോ എവിടെയോ പോവാ. അതാ ഈ ധൃതി വെക്കുന്നത്. ഒരു പഴം, വെളുത്തുള്ളി, എന്നെല്ലാം സാധനം ഇന്ന് കഴിക്കാൻ അറിയുമോ? വെളുത്തുള്ളി തിന്നുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കിഴങ്ങ് വെക്കാം. മിക്സ് ചെയ്ത് വെച്ച ആലു എല്ലാം കൂടെ വെക്കണം. ആലു വെക്കാം. പാലും ചപ്പാത്തി അതെ. പിന്നെ എന്തിനാ ആലു പൊറോട്ട ആയതല്ലേ? ആലു പൊറോട്ട അല്ല, പറാത്തയല്ലേ? അങ്ങനെയാണോ? പിന്നെ ഞാൻ ആലു പൊറോട്ട എന്നൊക്കെ എത്ര നാൾ വിചാരിച്ചോണ്ടിരുന്നത്. നമുക്കിവനെ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയൊക്കെ തന്നെയാണോ ഷേപ്പ് വന്ന് ദോശ പോലൊക്കെ ഇരിക്കണം. അങ്ങനെ കളിയാക്കാറാ. ഞാൻ ഈ പരീക്ഷണം ഇന്നലെ നല്ല തുടങ്ങി. ഇത് കൊള്ളാലോ. അറിയാവോ? 2 പീസാക്കി അല്ലേ? 2 പീസാക്കി. നമുക്കിവനെ എന്തോ ഒരു സ്നാക്ക് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇരിക്കുന്ന എടുത്ത് എണ്ണയിലോട്ട് ഇട്ടാൽ മതി. ഇങ്ങനെയാണോ സംഭവം? നമുക്ക് ചപ്പാത്തി ബോൾ പരത്തിയതുപോലെ പരത്താം. ഇങ്ങനെ പരത്താം. നമ്മൾ കുറെ നാളായിട്ട് വീട്ടിൽ പൊറോട്ട ഉണ്ടാക്കുമെന്ന് പറയുന്നു. അതെ. അയ്യോ ദൈവമേ, ചാടി വരുന്നുണ്ട്. കണ്ടോ.
എല്ലാ പരീക്ഷണത്തിലും സംഭവിക്കുന്നത് ഇവിടെയും സംഭവിച്ചിരിക്കുന്നു. ഫസ്റ്റ് ആരും പൊറോട്ട ചീറ്റിപ്പോയി. അങ്ങനെയൊന്നും നമ്മൾ തളരുവേല, നമ്മൾ അടുത്തത് വരത്തും. എന്തുവാ ട്രാൻസ്പെറന്റ്? അടുത്തത് നമ്മൾ അടുത്ത ഷേപ്പിൽ പരത്തും. അടുത്ത എങ്ങനാണോ ഇനി. ആദ്യത്തെ സംഭവം ചീറ്റിപ്പോയോ? ചെറുതായിട്ടൊന്ന് ആണോ? ചെറുതായിട്ട് പാളിപ്പോയി. അപ്പോൾ ഇത് രണ്ടാമത്തെ ആണോ? ഇത് രണ്ടാമത്തെ. രണ്ടാമത്തേത് നമ്മൾ പുതിയ രീതിയിൽ സെറ്റ് ചെയ്യുവാണ്. എന്തൊക്കെയോ എവിടൊക്കെയോ ഒരു തകരാറോ. ആ കിഴങ്ങ് പൊടിച്ചതിനകത്ത് വന്ന മിസ്റ്റേക്ക് ആണോ? അത് അവസാനം കൊണ്ട് എൻ്റെ തലയെ കൊണ്ട് വെക്കാനാ. അത് എൻ്റെ തലയിൽ വെക്കാനാ. ഞാൻ അതും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. എനിക്കൊരു സംശയം, വേറൊന്നിലും ഒരു പ്രശ്നം വരാൻ സാധ്യതയില്ല. ഇനി നമുക്കിവനെ ഇങ്ങനെ വെച്ച് നോക്കാം. മോമോസ് ആവൂലോ അമ്മേ? നോക്കിയാ എങ്ങനെ ആവുമെന്ന് നോക്കട്ടെ. ഇത് കൊള്ളാടാ, ഇത് കുറച്ചുകൂടെ സെറ്റായിട്ടുണ്ട്. കലത്തിന്റെ പാത്രത്തിന്റെ ഇടയ്ക്കെങ്ങാണ്ട് പോയി പൊടിച്ചടിപ്പിടിച്ച് സൗണ്ട് ഉണ്ടാക്കി. ഈ ഇഡലി പാത്രത്തിനകത്ത് കയറിയിരിക്കുന്നു. അങ്ങനെ അടുക്കള കയറ്റാൻ കൊള്ളത്തില്ല കേട്ടോ. അങ്ങനെ നമുക്ക് വേറൊരു റൂം സെപ്പറേറ്റ് കൊടുത്തേക്കാം. ഇത് കുഴപ്പമില്ല കേട്ടോ, ഇങ്ങനെ മതി. കൂടുതൽ പരത്തിയ ട്രാൻസ്പെറന്റ് ആവും തോന്നുന്നു. ഓ, ഇങ്ങനായിരുന്നു ഈ സംഭവം അല്ലേ? ഇങ്ങനെയായിരുന്നു. അപ്പം ആദ്യത്തേത് പാളിപ്പോയാലും രണ്ടാമത്തേത് സെറ്റായിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ മതിയായിരുന്നു. ഇത് കൊള്ളാം, ഇത് കുറച്ചുകൂടെ സെറ്റായിട്ടുണ്ട് അല്ലേ? ഇതിങ്ങനാണോ? അല്ല, ഇതൊരു സ്ക്വയർ പോലെ. സ്ക്വയർ പോലെ വേണേലും വെക്കാം. ഇങ്ങനെ വെക്കാവോ? ഇങ്ങനെയും വെക്കാം. ഓക്കെ, ഇങ്ങനെ എല്ലാം ആക്കി എടുക്കാം. എല്ലാം ഒന്ന് വരത്തിയെടുക്കാം. അമ്മേ, എന്തോ ആവാറായോ? എൻ്റെ രണ്ടെണ്ണം കൂടെ ഉള്ളു വരത്താൻ. നാളെ കുഞ്ഞി സ്പെഷ്യൽ മന്തി ഉണ്ടാക്കി നോക്കിയാലോ? ഉണ്ടാക്കാം. ഉണ്ടാക്കി നോക്കിയാലോ? എങ്ങനെയാ അത്? ഉണ്ടാക്കുമ്പോ കണ്ടാ മതി. എല്ലാ ഐഡിയയും ഉണ്ടോ മന്തിയെ കുറിച്ച്? അതൊക്കെയുണ്ട്. മന്തി എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാവോ? അറിയാം, ഐഡിയ ഒക്കെ ഉണ്ട്. ഉണ്ടാക്കാന്നാണ് ഹോം മെയ്ഡ്. ഉറപ്പാണോ? എനിക്കറിയത്തില്ല മന്തി. ഞാൻ ഉണ്ടാക്കാം. ഉണ്ടാക്കി തരാമെങ്കിൽ ഞാൻ കഴിച്ച് സഹായിക്കാം. അപ്പൊ നാളെ അമ്മയുടെ ഒന്നും കുക്കിംഗ് ഇല്ലാതെ ഞാൻ തന്നെ മന്തി ഉണ്ടാക്കാം. ഞാനേ എല്ലാ ദിവസവും പരീക്ഷണമാണ്. ഞാനായിട്ട് എന്തിനാ കുറയ്ക്കുന്നേ? നിന്റെ പരീക്ഷണവും കൂടെ ഇവര് സഹിക്കണോ? സഹിക്കുവോ? പിന്നെ എനിക്ക് നാളെ ഉണ്ടാക്കിയേക്കാം. ധൈര്യമായിട്ട് പരീക്ഷിച്ചോ. അതെ, പരീക്ഷണ വസ്തുക്കളായ നിങ്ങളെല്ലാം ഉള്ളപ്പോ പിന്നെ എനിക്ക് പരീക്ഷിക്കാൻ. നാളെ ഇനി നിന്റെ പരീക്ഷണത്തിന് ഇരകളാണ് ഞങ്ങള്. ആണോ? രണ്ടെണ്ണം കൂടെ അല്ലേ ഉള്ളു, തീർന്നില്ലേ? ചേട്ടാസൻ 2 ദോശ ഇടാവോ ഇനി? ചേട്ടാസൻ ചപ്പാത്തി തിന്നാ ചിലപ്പം ചൊറിയുമായിരിക്കും. നമ്മുടെ ചീറ്റി പോയതെന്നാ കാണിക്കും. അത് പരത്താനുള്ളതാ, ലാസ്റ്റ് പരത്താന്ന് വെച്ചാ. അവിടുത്തെ ചീറ്റി പോയതാണ്. അല്ല, അത് പരത്തുമ്പോ ഈ പലകയിലോട്ട് പറ്റുന്നുണ്ട് ആ കിഴങ്ങ്. അതുകൊണ്ട് അത് ലാസ്റ്റ് വരത്താന്ന് വെച്ചാ. ഇതെന്നാ വെളിച്ചെണ്ണയൊക്കെ? അത് ഞാൻ കയ്യേല മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടേ ഇച്ചിരി ദേശമായിരുന്നു. വെളിച്ചെണ്ണയൊക്കെ ഉറഞ്ഞിരിക്കുന്നുണ്ടോ? തണുപ്പായിട്ടാ അല്ലേ? നമ്മളെക്കാട്ടിലും തണുപ്പാണെന്ന് വെളിച്ചെണ്ണയ്ക്ക്. അതെ, സെറ്റർ വാങ്ങിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നേരത്തെയൊക്കെ എങ്ങനെയാന്നറിയാം, അടുപ്പിന്റെ ചോട്ടി വെക്കും, അപ്പൊ എപ്പോഴും ചൂടായിട്ടിരുന്നോളൂ. വെളിച്ചെണ്ണ കുപ്പിക്കൊക്കെ സെറ്റർ വേണോ അല്ലേ? തയ്പ്പിക്കണം. അതിനാണ് തണുപ്പ് കൂടുതലായതുകൊണ്ട് അവന്മാർ അടുപ്പിന്റെ അടുത്ത് കയറിയിരിക്കുന്നത് എപ്പോഴും. ഇത് കൂട്ടാമേ ഉദ്ദേശിച്ച സ്ക്വയർ പോലത്തെ? എങ്ങനെ വേണേലും പരത്താം. ഇത് സ്ക്വയർ ആയിട്ടല്ലേ വരുന്നേ? സ്ക്വയറോ റൗണ്ടോ പരത്തി വരുമ്പോ ഏത് ഷേപ്പ് ആകുന്നോ ആ ഷേപ്പിലിരിക്കും. അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല. അമ്മേ, പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാ ഫസ്റ്റത്തെ പരിപാടി? ചൂടായോ? പാനൊക്കെ ചൂടായി സെറ്റായിട്ട്. ചൂടായെങ്കിൽ നമുക്ക് ഓരോ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ആലു പറത്ത ചൂടാകട്ടെ. ഇവിടെ തടി എന്തിയേ?
ഇതിങ്ങനെ ദോശ പോലെ അല്ല ചപ്പാത്തി പോലെ ഇങ്ങനെ ഞെക്കി 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 ഇല്ല, കൊടുക്കണം. എനിക്ക് ഒന്ന് ഒരു സൈഡ് ഒന്ന് ആയി കഴിയുമ്പോൾ മറിച്ചിട്ടാ മതി. നെയ്യ് തേച്ച് കൊടുക്കണ്ടേ ഇതില്? നെയ്യ് നിനക്ക് മാത്രം നെയ്യ് വരട്ടിയാ മതി. നിങ്ങക്ക് വേണ്ടേ? ഞങ്ങൾക്ക് നെയ്യ് വേണ്ട. ശരിക്കും അതിന്റെ ടേസ്റ്റ് ആ നെയ്യും കൂടെ ആണ്. ഞങ്ങൾക്കേ മീൻചാറുണ്ട്, ഞങ്ങൾ മീൻചാറ് കൂട്ടി കഴിച്ചോളാം. കോമ്പിനേഷൻ ഇല്ലല്ലോ. മീൻകറി. എനിക്ക് ഇപ്പൊ ഇതാർക്കാ ഫസ്റ്റത്തെ? ലാസ്റ്റത്തെ നെയ്യ് വരട്ടി ഉണ്ടാക്കിയാ പോരെ? ഇല്ലെങ്കിൽ ഈ പാൻ നെയ്യാവും അല്ലേ? സൈഡായോ? ഒരു സൈഡ് നിന്നോട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറിച്ചിടുമ്പോഴേ തീ കൂട്ടിയിട്ടാ പെട്ടെന്നാവോ? കരിഞ്ഞു പോവോ? പോവോ? പെട്ടെന്നാവത്തില്ലേ തീ കൂട്ടിയിട്ടാ? ചിലപ്പം കരിഞ്ഞും പോകും. തവിയായുധമില്ലാതെ ഞാനൊന്ന് മറിച്ചു നോക്കാം. ചൈനീസ് ഷെഫാവാം. മറിയില്ല. ചപ്പാത്തി കണ്ടോ? പ്രൊഫഷണൽ ഷെഫാ. തവിയൊന്നും വേണ്ട. നല്ല രസം. പെയിന്റ് അടിക്കുവാണോ? പെയിന്റ് അടിക്കുക. കുറച്ച് പോളിഷ് ചെയ്യാനുണ്ട്. സൈഡൊക്കെ ഒരു ഗോൾഡൻ കളറാവണ്ടേ. നമ്മുടെ ചപ്പാത്തി പോലെ ഇത് പൊങ്ങുന്നുണ്ടല്ലേ? കുബൂസ് ഒരു പരിവല്ലേ? നാളെ അൽഫാം വേണോ അതോ ഹോം മെയ്ഡ് മന്തി വേണോ? എന്നാ വേണ്ടേ? എല്ലാം റെഡിയാക്കാൻ ഇവിടെ ഷെഫുണ്ട്. അതൊന്നും എന്നാ വേണ്ടേ? അതെ, ഞങ്ങൾക്കത് ചോറും എന്തെങ്കിലും കറി വെച്ച് തന്നാ മതി. അയ്യോ, അതൊന്നും പ്രൊഫഷണൽ ഷെഫിന് അറിയത്തില്ല. വെജിറ്റബിൾ കറി എന്തെങ്കിലും. പ്രൊഫഷണൽ ഷെഫിന് അതൊന്നും അറിയത്തില്ല. ചിക്കൻ മേലോട്ടാണല്ലോ ഷെഫിന്റെ. ആ രണ്ടെണ്ണേ ഷെഫിന് ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. ഇത് നല്ല സെറ്റ് കുബൂസ് പോലെ വരുന്നുണ്ട്. കാസറോൾ എടുക്കുവാണെങ്കിൽ എല്ലോട്ടിട്ട് വെക്കാം, തണുത്തു. കാസറോൾ എടുത്തേക്കാം. ഇത് നമ്മുടെ ആദ്യത്തെ ആലു പൊറോട്ട അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ചൂട് പോകാതിരിക്കട്ടെ. അതെ, ചെയ്യണോ? 1 2 3 4 5 6 7 8 9 എണ്ണം. അച്ചമ്മച്ചിയും കൂടെ വേണ്ടായിരുന്നു. ഒരു ഓളമില്ല, ഒരു സംസാരമില്ല അങ്ങോട്ട്. പെട്ടെന്ന് വരട്ടെ. അനക്കം വരുന്നില്ലല്ലേ? ഒരു ഒച്ചയും വെള്ളമില്ല, ഉറങ്ങിയ വീട് പോലെ. പെട്ടെന്ന് ശരിയാക്കി കേട്ടോ. എല്ലാം ചുട്ടാലോ? ഓക്കെ. അടുക്കളയിലോട്ടുള്ള കഥ കടച്ചിട്ടേ അടുക്കളയിൽ കയറാനായിട്ട് കിടന്ന് പെടുന്ന പാട് കണ്ടു. അടുക്കളയിൽ കയറാനായിട്ട് ഒരു രക്ഷയില്ല. അടുക്കളയുടെ കഥ ഞങ്ങൾ ക്ലോസ് ചെയ്തു. ചാടി അങ്ങോട്ട് തന്നെയാണ്. അവിടെ അടുക്കള എങ്ങനെയും കയറണം, അതിനുള്ള പരിപാടിയാണ്. കുറേ നേരമായി തുടങ്ങിയിട്ട്. കണ്ണാപ്പി 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 കണ്ടോ? ഇങ്ങോട്ട് കേറാൻ നോക്കൂ അടുക്കളയിലോട്ടെ. എന്തിയ കഥകിന്റെ അപ്പുറത്തോ? കഥകിന്റെ അപ്പുറത്തുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ കേറി വരാനുള്ള സ്ഥലമില്ലെന്ന് തോന്നുന്നു. വരാനുള്ള സ്ഥലമില്ല, പക്ഷെ ഇങ്ങോട്ട് വരാൻ തന്നെ. കണ്ടോ? പറ്റത്തില്ലല്ലോ ഇപ്പൊ. അടുക്കള പുതിയ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു, മാർക്കറ്റൊക്കെ. അതുകൊണ്ടാ 1 മണിക്കൂറായാലും ഇതിന് നടക്കാൻ തുടങ്ങിയിട്ട്. കണ്ടോ? കുഞ്ഞിന് ഒച്ച കേട്ടിട്ട് നോക്കുന്നുണ്ട്. വേണ്ട വേണ്ട. ആലു പൊറാത്തയൊക്കെ ഒന്ന് കാണിച്ചേമ്മേ. ചൂട് പറക്കുന്നു. വാവ്, ചപ്പാത്തി വരാനിരിക്കുന്നു. കൊള്ളാല്ലേ? നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ചൂട് ചൂട് ചേട്ടാച്ച.
അടിപൊളി സാധനം. പക്ഷെ നീ തിന്നണ്ട കേട്ടോ. നിനക്ക് ദോശ വെച്ചിട്ടുണ്ട്, നീ ദോശ കഴിച്ചാ ഭാഗ്യമില്ല. കേട്ടോ. കഴിച്ചിട്ട് ചൊറിയേണ്ടത് അവനല്ലേ, അതുകൊണ്ട് അവന് അല്ലേടാ. നീ ദോശ കഴിച്ചു കുഞ്ഞേ, കഴിക്കാം. എങ്ങനെയുണ്ട്? ഇരുന്നോ. മീൻചാറ് കൂട്ടിക്കോ കുഞ്ഞീ. ദോശ ദോശ നമ്മുടെ ആലു പൊറോട്ട കൊള്ളാം. പക്ഷേ എന്നാ പറ്റി? നെയ്യ് തേച്ചതിനാ ടേസ്റ്റ് കൂടുതൽ. ഞാൻ നിങ്ങളോട് നെയ്യ് തേക്കാൻ പറഞ്ഞതല്ലേ, എനിക്ക് നെയ്യ് വേണ്ടായിരുന്നു. എനിക്ക് നെയ്യുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. നല്ല ചൂട് ചോറും പരിപ്പും നെയ്യും കൂടെ ആണെങ്കിൽ എനിക്കിഷ്ടമാണ്. എനിക്ക് നെയ്യ് ചുമ്മാ ഇഷ്ടം. പക്ഷെ ഇതിന് നെയ്യ് തേച്ചുണ്ടാക്കിയതിന് വേറെ ടേസ്റ്റാ. ഞാൻ വേണോന്ന് ചോദിച്ചല്ലേ. മീൻചാറ് നല്ലതാടാ. ഒരാളൊന്നും മിണ്ടാതിരുന്നു ദോശ തിന്നുന്നു. അവന് ഇഷ്ടമല്ലടാ ഗോതമ്പ്. വേറെ കുഴപ്പമുണ്ട്. ഒരു 3-4 ഐറ്റം സാധനം അച്ചമ്മച്ചി വരുമ്പോ ഉണ്ടാക്കി കേട്ടോ. അതൊന്ന് കരുതി ഇരുന്നോളൂ. ഒന്നും പോരാ. ഒരാള് വൈകുന്നേരം ആലു പൊറോട്ട ഉണ്ടാക്കി തന്നതിന് വളരെയധികം നന്ദി. നല്ല ടേസ്റ്റി സാധനം കേട്ടോ. ഇന്ന് അങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ വിജയിക്കുന്നതിൽ ഇതിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നാളെ ഇനിയും ഉണ്ടാക്കി തന്നില്ലെങ്കിൽ നാളെ കുഞ്ഞിയുടെ പരീക്ഷണോ ഉറപ്പായിരിക്കണം. രാവിലെ എഴുന്നേക്കുമ്പോ കാലും അറിയേക്കില്ല. ഞാൻ ഉണ്ടാക്കി തരും. ഒരു വാക്ക് പറഞ്ഞ വാക്കല്ലേ. അപ്പൊ ഇപ്പൊ തൊട്ടിനി ആലോചനയായിരിക്കും, നാളെ എന്നതാ ഉണ്ടാക്കുന്നത്, എങ്ങനെ ഉണ്ടാക്കാം. പറഞ്ഞും പോയി. മന്തിയോ അൽഫാമോ ലാസ്റ്റ് ഓർഡർ ചെയ്യേണ്ടി വരുമോ നോക്കാം. ഞങ്ങൾ അറിയാതെങ്ങാനും കടയിൽ നിന്ന് വാങ്ങിച്ചു തരാനാണോ? അല്ലല്ല. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.